സ്മൃതി ഇപ്പോഴും ഗവർണർ എന്ന് മാറ്റാൻ തയ്യാറായിട്ടില്ല. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഘട്ടം വരെയും. മാത്രവുമല്ല, ഏറെ ഗൗരവമേറിയ വിഷയം, മന്ത്രി പി പ്രസാദിൻ്റെ നൂറനാട്ടിലെ വസതിയുടെ മുന്നിലേക്ക് പോയി ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നിടത്ത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയല്ലേ? ഇത് വെല്ലുവിളിയാണോ? ഉറപ്പായിട്ടും വെല്ലുവിളിയാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുൻ ഗവർണറുടെ വെല്ലുവിളിയുടെ ശൈലിയല്ല രാജേന്ദ്ര അർലേക്കർക്ക്. യഥാർത്ഥ RSS നേതാവ് തന്നെയാണ്. RSSലൂടെ വളർന്നു വന്ന നേതാവാണ്, പിന്നീട് ഗവർണറായ നേതാവാണ്. അപ്പോൾ ഭരണഘടനയാണോ RSSൻ്റെ നയങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് RSSൻ്റെ നയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ഈ വിവാദത്തിന് അടിസ്ഥാനം നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോൾ എന്താണ് ഭാരതാംബയുടെ ആവിർഭാവം, അങ്ങനെ ഒരു സങ്കല്പം എപ്പോൾ തുടങ്ങി, അത് ഏത് സാഹിത്യത്തിൽ തുടങ്ങി, ഏത് വർഷം തുടങ്ങി? 1973 കിരൺ ചന്ദ്ര ബാനർജിയുടെ ഭാരത് മാത എന്ന നാടകം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചരിത്രം പറഞ്ഞു. പക്ഷേ ഇത് ഒരു വെല്ലുവിളിയുടെ സ്വഭാവമാകുന്നു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഇന്നിപ്പോൾ നടന്ന പ്രതിഷേധം അത് CPI തുടരുന്നുണ്ട്. ആ പ്രതിഷേധം തുടരുമ്പോൾ വേറൊരു നറേറ്റീവ് വരികയാണ്. ഭാരതാംബയ്ക്ക് വിരുദ്ധരായി നിൽക്കുന്നു, അതായത് രാജ്യവിരുദ്ധരായി നിൽക്കുന്നു. അപ്പോൾ ഭാരതാംബ എന്ന ചിത്രത്തെയല്ല യഥാർത്ഥത്തിൽ എതിർക്കുന്നത്, ഭാരതാംബയുടെ കയ്യിലുള്ള കൊടിയാണ്. ആ കൊടി എന്നത് ഭഗവധ്വജമാണ്. അത് മാത്രമല്ല, അതിന് പിന്നിൽ വെച്ചിരിക്കുന്ന ഭൂപടം എന്നുള്ളത് ഇന്ത്യയുടെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഭൂപടമല്ല. ആ ഭൂപടത്തിൻ്റെ രൂപം തന്നെ നോക്കിയാൽ അറിയാം, കുറച്ചുകൂടി വികസിച്ച് വേറെ ഷേപ്പിലാണ് ഭൂപടം നിൽക്കുന്നത്. ആ ഭൂപടത്തിൽ നേരത്തെയുള്ള പാകിസ്ഥാൻ, ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാൻ, ഇപ്പോൾ ബംഗ്ലാദേശ് ആയിരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ചേർന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭൂപടം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ കൊണ്ടുവയ്ക്കുക, അത് ഞങ്ങൾ തുടരും എന്ന് പറയുന്നതിൽ ഒരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. മാത്രമല്ല, ഇത് നോക്കൂ, അതിപ്പോൾ ആ ചിത്രം എപ്പോൾ വന്നു എന്നുള്ളതാണ്. ഗുരുമൂർത്തി എന്ന RSS സൈദ്ധാന്തികൻ അവിടെ എത്തുന്നു 2 ആഴ്ച മുമ്പ്. അദ്ദേഹം വന്ന ദിവസമാണ് ഈ ചിത്രം അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിൽ പൂജിക്കണം, വിളക്ക് വയ്ക്കണം എന്നൊക്കെയാണല്ലോ ആവശ്യപ്പെടുന്നത്. ആ ചിത്രം അവിടെ അന്നു മുതൽ തുടരുകയാണ്. ആ ചിത്രം അവിടെ നിൽക്കുന്നു. ഗുരുമൂർത്തി അവിടെ നടത്തിയ പ്രസംഗം, ഇതെല്ലാം പ്രധാനമാണ്. അദ്ദേഹം അവിടെ RSSുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പറയുന്നു, മുൻ പ്രധാനമന്ത്രിമാരെ അവമതിച്ചുകൊണ്ട് സംസാരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ആരാണ് ഗുരുമൂർത്തി എന്ന ചോദ്യം കൂടിയുണ്ട്. അദ്ദേഹം ഒരു RSS സൈദ്ധാന്തികൻ എന്ന് പറയുമ്പോൾ 2002 ഗുജറാത്ത് വംശഹത്യാ കേസിൽ പ്രതികളായവർക്ക് കോടതി രേഖകൾ ചോർത്തിക്കൊടുത്തു എന്ന ആരോപണ വിധേയനായ ഒരാൾ കൂടിയാണ്. ആരോപണ വിധേയൻ, അത് പിന്നീട് കോടതിയിൽ അങ്ങനെ തെളിയിക്കപ്പെടാൻ സാധിച്ചില്ല. കാരണം ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ ചോർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞത് അതങ്ങനെയല്ല, എൻ്റെ കമ്പ്യൂട്ടർ ചോർത്തുകയായിരുന്നു എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന് പറയാൻ പറ്റുകയും അത് കോടതിയിൽ ആ രൂപത്തിൽ പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പ്രഭാഷണത്തിനെത്തിയതാണ് ഗുരുമൂർത്തി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആ പ്രഭാഷണം അവിടെ അവസാനിപ്പിക്കുന്നു, അദ്ദേഹം പോകുന്നു, ആ ചിത്രം അവിടെ തന്നെ തുടരുന്നു. അപ്പോൾ ഇപ്പോൾ ഗവർണറുടെ ഓഫീസ് പറയുന്നത് ആ ചിത്രം ആ ഹാളിലുണ്ടാകും, രാജ്ഭവൻ്റെ ഹാളിലുണ്ടാകും. അപ്പോൾ ഈ ഭഗവധ്വജം ഏന്തിയ ഭാരതമാതാവിൻ്റെ ചിത്രം അവിടെ നിൽക്കും. അവിടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവിടെ എന്തെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ചിത്രം ഉണ്ടാകുമെന്നുള്ളതാണ്. അത് അവിടെ നിന്ന് മാറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഗവർണറുമായി ബന്ധപ്പെട്ട് ആ ഗവർണറുടെ രാജ്ഭവനിൽ പോയിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ആവുന്ന രൂപത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. കാരണം ഇത് പി പ്രസാദിൻ്റെ ആ സമയത്തെ ശ്രദ്ധാപൂർവമായ ഇടപെടലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പരിപാടിയിൽ പോയി കഴിഞ്ഞ ശേഷം അങ്ങനെ പൂവിടാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതിന് പുറകിൽ നിൽക്കുന്ന ചിത്രം അതാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമുണ്ടല്ലോ. അതാദ്യം തന്നെ സംശയം തോന്നുകയും ആ ചിത്രം അയച്ചു തരാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രം അയച്ചു തരുന്നു. ആ ചിത്രം അയച്ചു തരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ പതാക വയ്ക്കൂ എന്ന് പറയുന്നു, പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ തീരുമാനമാണത്, ഞങ്ങളിത് നടപ്പാക്കുമെന്നുള്ള തീരുമാനമാണ്. അപ്പോൾ അത് പതുക്കെയാണ് നടപ്പാക്കുക. ഈ അർലേക്കറുടെ ശൈലിയുടെ വ്യത്യാസം നോക്കൂ. ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി നേരിട്ട് പോരൊന്നുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയൊന്നും അദ്ദേഹം സൃഷ്ടിക്കുന്നില്ല. അതങ്ങനെ തുടരുന്നു. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ, നിർമ്മലാ സീതാരാമനുമായുള്ള ചർച്ചയിൽ പതിവ് വിട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി ഗവർണർ എത്തുന്നുണ്ട്. ആ നിലയ്ക്ക് സർക്കാരിന് സഹായമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ നേരിട്ട് വെല്ലുവിളിക്കുക അല്ലെങ്കിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുക, ഇതൊന്നും ആർലേക്കറിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു പരസ്യ പ്രതികരണവും ഉണ്ടാകില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ രാജ്ഭവൻ വഴി നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ RSSൻ്റെ ആഗ്രഹം ഇത് ഒരു പ്രതിഷേധമായി പുറത്ത് വളരട്ടെ എന്ന് തന്നെയാണ്. അത് പ്രതിഷേധമായി, പ്രതികരണമായി പുറത്തേക്ക് വളരുമ്പോൾ അതിനെതിരെയുള്ള ഈ പറയുന്ന ഇവരുടെ ആശയങ്ങളും ആ രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന്മേലൊരു ചർച്ച നടക്കും, അതിൽ 2 ഭാഗമുണ്ടാകും. ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇപ്പോൾ തന്നെ ഒരു നെറേറ്റീവ്, ഭാരതാംബയെ അപമാനിക്കുന്നു എന്നുള്ള നെറേറ്റീവാണ് ശക്തമായി ഉയർത്തുന്നത്.
നിങ്ങൾക്ക് ഭാരതാംബയെ ഇല്ലായിരിക്കും, നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ലായിരിക്കും, ഞങ്ങൾ രാജ്യസ്നേഹികളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമല്ല. മറ്റൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ അവിഭക്ത ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതിൽ കശ്മീരില്ല. കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്ന എപ്പോഴാണ്? 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കശ്മീരിലെ നാട്ടുരാജ്യമായിരുന്ന കശ്മീരിലെ രാജാവ് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളിൽ ബുദ്ധിമുട്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാവണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. അപ്പോൾ കശ്മീരില്ലാത്ത ഇന്ത്യയുടെ മാപ്പ് ഇവിടെ അത്തരം മാപ്പ് കൊണ്ടുവന്ന ആളുകൾ, അത്തരം മാപ്പുമായി എത്തിയ ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ, അതിൻ്റെ ഗൗരവം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോൾ ആ ഗൗരവം ഈ വിഷയത്തിനില്ലേ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. നിങ്ങളുടെ സങ്കല്പം നിങ്ങളുടെ പാർട്ടി ആസ്ഥാനത്താകാം. RSSൻ്റെ സങ്കല്പം RSSൻ്റെ ആസ്ഥാനത്ത് വെക്കട്ടെ, RSS കാര്യാലയത്തിൽ വെക്കട്ടെ. എന്തിന് രാജ്ഭവനിൽ വെക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിന് കഴിയുമെന്നുള്ളതാണ്. സത്യമാണ്, കഴിയുമെന്നുള്ളത് ശരിയാണ്. കാരണം ഈ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. BJPക്ക് RSSൻ്റെ നയങ്ങൾ നടപ്പാക്കാനുള്ള ഒരു രീതിയിലേക്ക് രാജ്യം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇവിടുത്തെ ഒരു ക്ഷേത്ര ഉദ്ഘാടനം, അയോധ്യയിലെ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ മുഖ്യ പൂജാരിയായി പങ്കെടുത്തത്. ഇതുവരെ രാജ്യം കാണാത്തൊരു രീതിയാണ്, മതേതര ഇന്ത്യയിൽ കാണാത്തൊരു ശൈലിയാണ്. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം എങ്ങനെയാണ് നടത്തുന്നത്? ഒരു മതത്തിൻ്റെ ആചാരപ്രകാരം പൂജകൾ നടത്തിയിട്ടല്ലേ നടത്തിയത്. അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതും ഞങ്ങൾ നടത്തുമെന്നുള്ളത് തന്നെയാണ് ആ വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതിനോട് എങ്ങനെ പ്രതിഷേധിക്കും, അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാരതമാതാവ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് ഏത് ഭാരതാംബ എന്ന MV ഗോവിന്ദൻ ചോദിച്ചത്. പക്ഷേ CPIയുടെ ഇന്നത്തെ പ്രതിഷേധത്തിൽ ഭാരത് മാതാ കി ജയ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷനുണ്ട്. കാരണം ഒരു തരത്തിൽ അതിൻ്റെ കൂടെ അറിയാതെ സഞ്ചരിക്കുകയും ഏതെങ്കിലും ഒരു വസ്തു വെച്ച് ഇത് അപകടമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ആ രൂപത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വളരെ സ്വാഭാവികതയായി അവതരിപ്പിക്കപ്പെടും. അതിങ്ങനെ രാജ്ഭവനിലെത്തും. ഇതിപ്പോൾ പറയുന്നത് വടക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ചർച്ചയിൽ BJP പ്രതിനിധി അതാണ് പറയുന്നത്. UP പോകൂ, അവിടെയുണ്ടല്ലോ, ഉണ്ടാകും. ഇവർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുണ്ട്. ഗവർണർമാരെ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കുന്നത് നമ്മൾക്കറിയാം. ആർലെക്കറുടെ മറ്റൊരു ശൈലിയാണ്, നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന ശൈലിയല്ല, മുമ്പ് നമ്മൾ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ശൈലിയുമല്ല. ഈ ശൈലിയാണ് ഏറ്റവും അപകടകരം. അത് കൃത്യമായി നടപ്പാക്കുമ്പോൾ ഇനി എങ്ങനെ പ്രതിരോധിക്കും? പുറത്ത് പ്രതിഷേധിക്കാതെ ഈ പറയുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഭരണം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുക എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നു. ബുദ്ധിമുട്ടിക്കുക എന്നു തന്നെയാണ് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങൾക്ക് മൗനാനുവാദം തന്നില്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുമെന്നുള്ളത് തന്നെയാണ്. Meet the editors.